ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫ്ലവർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ എന്തായാലും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ഹെയർ ആക്സസറീസ് ആണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് ക്ലിപ്പിലോ അതുപോലെ തന്നെ ഹെയർ ബോസിലോ എന്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുഞ്ഞ് ടിയാരയുടെ ഒരു രൂപത്തിലുള്ള ഒരു കുഞ്ഞു കൊമ്പ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു കോപ്പർ വയർ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയർ എടുത്തത് കേട്ടോ. അതിലേക്ക് നമ്മൾ 10 ബീഡ്സ് വെച്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ കുറച്ചുകൂടെ എൻ്റെ കയ്യിലുള്ളതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൽ വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്ന് തോന്നിയത് കാരണമാണ് ഞാൻ എടുത്തത്. വൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്രിസ്റ്റൽ ബീഡാണ്, അതായത് പേൾ അങ്ങനത്തെ രൂപത്തിലുള്ളതല്ല, ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവറിന് നന്നായി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ വൈറ്റ് ബീഡ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരെണ്ണം ഒരു കൊമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അങ്ങനെ ക്രോസായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പീസസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആക്ച്വലി ടിയാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മോഡലായിരിക്കുമല്ലോ, അപ്പോൾ അതായത് വലിയതായിരിക്കും. ഇത് വലുതല്ല, നമ്മൾ കുഞ്ഞതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കുറച്ച് വില കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വിലയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഒരുപാട് റേറ്റിനുള്ളതിനെ ആദ്യം തന്നെ വാങ്ങിച്ചൊന്നും ചെയ്ത് നോക്കരുത്. ബിക്കോസ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നിറയെ മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ എന്താണ്, നമ്മൾ നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച മെറ്റീരിയലൊക്കെ വെറുതെ വേസ്റ്റായി പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ 3 ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കൂടെ ആക്കി എടുക്കണം കേട്ടോ. അതാ ഇങ്ങനെ മൊത്തം 5 കൊമ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ചൊരു സിൽവർ കളറുള്ള ലീഫ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലവറും ലീഫും അതുപോലെ തന്നെ നമ്മുടെ കൊമ്പും കൂടെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു മോഡൽ ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ ഹെയർ ക്ലിപ്പിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കുന്ന എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഇതിൽ ചെയ്യണം. പിന്നെ ഒട്ടിക്കാനായിട്ട് ഈ 8000 ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. എൻ്റെ ഗ്ലൂ ഗൺ പൊട്ടി തെറിച്ചു പോയി, വയറ് വിട്ട് അത് പൊട്ടിപ്പോയി. അത് കാരണം തന്നെ എനിക്കിനിപ്പോൾ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഗമ്മ കൊണ്ട് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗമ്മ കൊണ്ട് ഒട്ടിക്കണതിലും വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ഞങ്ങൾ ഇതിലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ അടിവശം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഞങ്ങൾ അടിവശം കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് വെച്ച് ഒട്ടിച്ചു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സംതൃപ്തി ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ നൂലും സൂചിയും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂലും സൂചി എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇങ്ങനെയാണ് വെച്ചത്. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മേലേക്കാക്കി വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും തോന്നിയത് കാരണം ഞാൻ അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഓരോ കൊമ്പിലും, അതായത് ആ ഷീറ്റിലേക്ക് ആയി നിൽക്കണ എല്ലാ കൊമ്പുകളും അങ്ങനെ ജസ്റ്റ് ഒന്ന് തുന്നിയിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ പൂവ് എവിടെ നിന്ന് കയറി വന്നതെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് വെച്ചത് നൂലിൻ്റെ കൂടെ വന്നു. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പോണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ആ ഒരു ഫ്ലവറും ഈ ഒരു കൊമ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ലീഫ് അവിടെ വെക്കാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി എടുത്ത വലിയ ഫ്ലവർ ഞാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ആക്ച്വലി നമ്മൾ ഈ ലെയറായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കുത്തിയെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും നമുക്ക് ഗ്ലൂ ഗൺ ഇല്ലല്ലോ. ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഗ്ലൂ ഗണ്ണ് കൊണ്ട് കാണിച്ചു തന്നെ ഈസി ആയിട്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ലീഫ് വെക്കാം കേട്ടോ. ലീഫ് ഞാനിങ്ങനെ 2 ലീഫ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ ലീഫ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വെച്ച സമയത്തൊക്കെ കാണാം ഒരു ഗ്ലേസിങ് ഒക്കെ ആയിരുന്നു. സിൽവർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് പക്ഷേ ഗോൾഡ് കിട്ടിയില്ല, സിൽവർ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഉള്ളതും കൊണ്ട് ഇപ്പോൾ ചെയ്തു നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്കൈ ബ്ലൂവിൽ ഒരു സിൽവർ ഷെയ്ഡ് പോലൊരു എന്താ പറയുക ഒരു ഗ്ലേസിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിൽവറിൻ്റെ എല്ലാം ഇത് മാച്ചായി പോകുമെന്ന് എനിക്ക് തോന്നിയത് കാരണമാണ്. ബീഡ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ടിയാരയുടെ ആ ഒരു കോപ്പർ വയറല്ല ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറൊക്കെ ഞാൻ സിൽവർ എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മളിത് ലീഫ് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ നമ്മൾ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ലീഫിലും കണ്ടില്ലേ ഹോളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. എല്ലാ സൈഡിലും എനിക്ക് തോന്നുന്നു ഒരു 5 സൈഡിൽ ഹോൾ ഉണ്ടായിരുന്നു ലീഫിൽ. അപ്പോൾ 5 സൈഡിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ
സോറി. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത ഫ്ലവറും വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സെയിം ഈ അറ്റത്ത് നമ്മൾ എന്ത് ഡിസൈനാണോ ചെയ്തത് അതേ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ആ അറ്റത്തും ചെയ്യാൻ പോണത്. ഫ്ലവർ വെക്കുന്നു, അതുപോലെ തന്നെ ലീഫും വെക്കുന്നു കേട്ടോ. ഈ ലീഫ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗം അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്ലവറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ലീഫിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 8000 കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫെവി ബോണ്ട് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. യെല്ലോയിഷ് ഷെയ്ഡ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മുടെ ലീഫും അതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ ഈ ഒരു ഷെല്ലിൻ്റെ ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽ ഉണ്ടോ തരുമോ ചോദിച്ചിട്ട്. ഇത് ഞാൻ വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പാക്കറ്റ് മാത്രമാണ് വാങ്ങിച്ച് ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോയ സമയത്ത് കണ്ടപ്പോൾ ജസ്റ്റ് ഇതും കൊണ്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഫസ്റ്റ് എനിക്ക് വലിയ യൂസ് ആയിട്ട് തോന്നിയില്ല, ബട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് നമുക്ക് നിറയെ മോഡൽസ് വരും വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ചോദിക്കണം. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ എന്ത് ചെയ്ത പോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ, ക്ലിപ്പിലാണെങ്കിലും ഹെയർ ബാൻഡിലാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് സൺഡേ ആണ്, വീഡിയോ ഉണ്ടാവില്ല. മൺഡേ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മോഡലും കൂടി ഉള്ളത്. അപ്പോൾ ബൈ.